ഹലോ മൈ ഗൈസ്, കുറേ കാലമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഇടാൻ പ്രത്യേകിച്ച് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരാളുടെ ലൈവ് കണ്ട് 2.5 മണിക്കൂർ ഒരു ലൈവ്. അത് പറയുമ്പോൾ തന്നെ പലർക്കും അറിയാം ആരെ ലൈവാണ് എന്താ കാര്യങ്ങൾ എന്നുള്ളത്. എടാ, ഇതൊരു സ്ക്രിപ്റ്റാണെന്നൊന്നും പറയരുത്. ലാസ്റ്റ് പറയാതിരിക്കാൻ വയ്യ. ഇത്രയൊക്കെ ഒരാളെ വലിച്ചു കീറുന്നതിൻ്റെ മാക്സ് ടു മാക്സ് 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് വലിച്ച് ബൗബൗ കടിച്ച് കീറി വലിച്ചിട്ടിരിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ട് ഇനി ലാസ്റ്റ് സ്ക്രിപ്റ്റാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയോ. അയ്യോ, എന്താണ് അതിനൊക്കെ പറയുക. ഇങ്ങനെയുള്ള ഒരു യൂണിവേഴ്സ് പറയാതിരിക്കാൻ വയ്യ. പൊതുവേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പൊതുവെ സംസാരിക്കാത്തതാണ്. പക്ഷേ ഇതൊക്കെ കുറച്ച് ഓ സാധനമായി പോയിട്ടാ, പറയാതിരിക്കാൻ വയ്യ. കാരണം അതിൻ്റെ അകത്ത് ഷെബീറിൻ്റെ കാര്യങ്ങൾ കാണിച്ചത് അത് ബ്ലർ ചെയ്തിരിക്കുക അത്രേ. അത് ബ്ലറാന്ന് പറഞ്ഞത് നന്നായി, മനസ്സിലായിരുന്നില്ല അത് ബ്ലറായിരുന്നു എന്നുള്ളത്. അയ്യോ, ആ സാധനമൊക്കെ അതൊക്കെ കണ്ടിട്ട് എന്തിന് പറയേണ്ടത് പോലും അറിയില്ല. അമ്മായിരുത്ത അവസ്ഥയായിരുന്നു. കൂടെയുള്ള 2-3 വർഷം വരെ ആൾക്കാർ കൂടെ ഉണ്ടായിട്ട് ഇപ്പം പെട്ടെന്ന് 3 മാസം കൊണ്ടായിരിക്കും മനസ്സിലായെന്ന് പറഞ്ഞു. ഓക്കെ, മേ ബി ഓരോരുത്തരും മനസ്സിലാക്കുന്ന രീതിയും കാര്യങ്ങളും ഭയങ്കര ഡിഫറെൻ്റാണ് കാര്യങ്ങളാണ്. ചിലപ്പോൾ ആയിരിക്കും ഇനിയിപ്പോൾ ഈ അടുത്തായിട്ട് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ സ്റ്റിൽ നമ്മളൊരാളെ പറ്റി എക്സ്പോസ് ചെയ്യുക കാര്യങ്ങളൊക്കെ നല്ലതാണ്, വേണ്ടാന്നല്ല. പക്ഷെ ഒരു ലിമിറ്റില്ലേ അതിന്. അല്ലാതെ ഒരുമാതിരിപ്പെട്ട ഇതാണോ ചെയ്യുക. അതും ഇത്രയും ഓഡിയൻസ്, തൊപ്പിക്ക് അത്രയും ഓഡിയൻസ് ഉള്ളത്. അപ്പോൾ അത്രയും ഓഡിയൻസിൻ്റെ മുന്നിൽ അത് കാണിക്കുമ്പോൾ ഇതിൻ്റെ ചീത്തപ്പേര് ഷെബീറിന് മാറ്റിയെടുക്കുക, കുറച്ച് കടന്ന് മെഴുകേണ്ടി വരും. പറയാതിരിക്കാൻ വയ്യല്ലോ. എൻ്റെ പൊന്നോ, എങ്ങനെ വെളുപ്പിച്ചെടുക്കുമോ, എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കണേ. എങ്ങനെ വെളുപ്പിക്കുന്നത് എന്നിട്ട് ആ സാധനം കണ്ടിട്ട് അത് ആ എഡിറ്ററിനെ ഞാൻ സമ്മതിച്ച് ബ്ലർ ചെയ്ത വീഡിയോൻ്റെ കോലം അത് ബ്ലർ ചെയ്തത് അത് പറഞ്ഞറിയിക്കണം. അത്ര മാത്രം ഉണ്ടായിരുന്നു അതിൻ്റെ ബ്ലറേഷൻ കോണ്ടൻറ്റ് അത്ര മാത്രം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു വലിയ പുള്ളിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അയ്യോ, അതൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് കുറച്ചും കൂടി നല്ല രീതിക്ക് പോകുന്നൊരു ഗ്യാങ്ങാണ് കാര്യങ്ങളാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ പൊതുവേ തൊപ്പിയുടെ കാര്യങ്ങൾ ഞാൻ പൊതുവേ കാണാറില്ല, സ്ട്രീംസോ കാര്യങ്ങളോ ഇങ്ങനത്തെ ഒന്നും കാണാറില്ല. പക്ഷെ അവരെ പാട്ട് കാര്യങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ഈ ഇടയിട്ട് ഇറക്കിയിരുന്നു, അതൊക്കെ ഞാൻ കണ്ടിരുന്നു. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്, അല്ലാതൊന്നുമല്ല പറയണേ. പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആൾക്കാർ, അതും ഫാമിലി ഓറിയൻറ്റഡ് ആൾക്കാർ, കുട്ടികൾ, കോളേജ് കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ കാണുന്ന ഒരു സ്ട്രീമറിൻ്റെ വീഡിയോയിൽ അങ്ങനത്തെ ഒരു സാധനം കൊടുത്ത് കാണിക്കുമ്പോൾ കമോൺ മാൻ, കുറച്ചെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇല്ലേ, ഒരു പബ്ലിക് റെസ്പോൺസിബിലിറ്റി ഇല്ലേ നമുക്കൊക്കെ. ഇങ്ങനെയാണോ നമ്മളൊക്കെ? എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനൊക്കെ എന്താ പറയണ്ടേന്ന്. ഒന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ നിഹാദ് വന്ന് തൊപ്പി വന്ന് പറഞ്ഞിട്ടുണ്ട്, പറയണതിൻ്റെ അപ്പുറം. മറ്റവർ കുറേ പ്രൂഫില്ലാതെ സംസാരിച്ചു. ഇവൻ അറ്റ്ലീസ്റ്റ് പ്രൂഫ് വെച്ച് സംസാരിച്ചു. ദാറ്റ് വാസ് ഗുഡ്. അപ്പാർട്ട് ഫ്രം ഗുഡ്, ഫോർ സം തിങ്സ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട ചില കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി പ്രൈവറ്റ് ഇറ്റ് സെൽഫ്. ബിക്കോസ് you people knew that and still you people didn't had a courage to tell it out. എന്നിട്ട് എല്ലാവരും പ്രശ്നമാവുന്ന സമയത്ത് I don't know what people are thinking of, bro. എനിക്കറിഞ്ഞുകൂടാ അത് ഏത് യൂണിവേഴ്സിലേക്കാണ് പോയതുള്ളത്. പേഴ്സണലി ഇപ്പം ഞാനും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യാറുണ്ട്, കാര്യങ്ങളുണ്ട്. വാട്ട് ഐ ഫെൽ പേഴ്സണലി വാസ് ബെറ്റർ യു ഡു അലോൺ. നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് നിങ്ങളുടെ കോണ്ടൻറ്റ്സ് ഉണ്ടാക്കി മര്യാദയ്ക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ആർക്കും പ്രശ്നമില്ല. ഇതിപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്, ശമ്പളം കൊടുത്തില്ല, ഇവൻ വന്നിട്ട് കുറേ സ്ക്രീൻഷോട്ട്സ് കാണിക്കുന്നു, ജിപേയിൽ ശമ്പളം കൊടുത്തു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതാകുമ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് നടത്തുമ്പോൾ യു ഡോണ്ട് ഹാവ് ടു പ്രൂവ് എനി വൺ വാട്ട് യു ഡിഡ്, വാട്ട് യു ഡു, വാട്ട് യു ആർ ഗോണ ഡു. ഇതൊന്നും ആരും തെളിയിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ശരിയാണ്, ഇപ്പോൾ ചിലവരെ നമ്മൾ നന്നാക്കാൻ വേണ്ടി നമ്മൾ അത്രയും ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ലാസ്റ്റ് അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര രീതിക്ക് കൊള്ളും, അത് സത്യമാണ്. പക്ഷേ അത് കൊണ്ടു ഓക്കെ, അതിന് നമ്മൾ റിപ്ലൈ കൊടുത്തു, നമ്മൾ പ്രൂഫ് കുറേയൊക്കെ നിരത്തി, എവറിത്തിങ് വാസ് ഫൈൻ ബൈ എക്സെപ്റ്റ് ദ തിങ് വിച്ച് യു റിയലി ഷോഡ് ഔട്ട് വാസ് സീരിയസ്ലി വേഴ്സ്റ്റ് തിങ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നു, വീട്ടുകാർ കാണുന്നു, നാട്ടുകാർ കാണുന്നു, കുട്ടികൾ കാണുന്നു, കോളേജ് കുട്ടികൾ കാണുന്നു. അവരുടെ ഇടയിൽ വേറെ രീതിക്ക് ഹെയ്റ്റ് പോകുന്നു. ഷെമീറിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ, തൊപ്പീനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ. ഞാനിതിൽ രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. പക്ഷേ ടു ബി ഫ്രാങ്ക് പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ പാർട്ട് കാണിക്കണ്ടായിരുന്നു എന്നൊരു അഭിപ്രായം എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഞാനും ഈ പ്ലാറ്റ്ഫോമിൽ ഒരു വീഡിയോ ഇടുന്ന ഒരാളാണ്, കാര്യങ്ങളാണ്. സോ ഇത് പറയണം തോന്നി, അതുകൊണ്ട് പറയുന്നു. ആൻഡ് ദാറ്റ് വാസ് ടു വൾഗർ ബ്രോ. സീരിയസ്ലി തൊപ്പി ഇത് കാടോ ഇല്ലേ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ദാറ്റ് വാസ് ടു വൾഗർ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സും പാരലൽ യൂണിവേഴ്സും ഒക്കെ ആയിട്ട് പോവുക, വേറെ പ്രശ്നമൊന്നുമില്ല, ചില്ലാണ്. ഓക്കെ, അപ്പോൾ ബൈ, ശരി എന്നാ, ടാറ്റ.